നമസ്കാരം. ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത് എപ്പോഴും പറയുന്നത് ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ്, ജാതീയതയ്ക്കെതിരാണ്, ഞങ്ങൾ മത സൗഹാർദ്ദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്, ജാതി സമ്പ്രദായത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം എന്നൊക്കെ പറയുന്നവരാണ്, അങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നവരാണ് അല്ലെ. അപ്പോ ജനങ്ങൾ ഏകദേശം അതൊക്കെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. ഇവർക്ക് ജാതീയതയുമില്ല, വർഗീയതയുമില്ല, ഇവരെല്ലാം നല്ല കേമന്മാരാണ് എന്നാണ്. പക്ഷേ ഇപ്പോഴിതാ ഒരു CPIയുടെ ഒരു പ്രമുഖ നേതാവ് തന്നെ, വളരെ സീനിയറായ ഒരു നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നു, ജാതീയത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും പുറത്തും ധാരാളമുണ്ട്, കേരളത്തിലുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നു. നോക്കുക, വളരെ വിസ്മയകരമായ ഒരു പറച്ചിലാണ് എന്ന് ഞാൻ അതിനെ പറയുന്നില്ല. അദ്ദേഹം ഒരു സത്യം വിളിച്ചു പറഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് വിലയിരുത്താനുള്ളത്. അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചത് ഈ സി ദിവാകരനാണ്. ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച സി ദിവാകരനാണ്. ശശി തരൂരും കുമ്മനം രാജശേഖരനുമാണ് മറ്റ് 2 സ്ഥാനാർത്ഥികൾ, നമുക്കറിയാം. അപ്പോൾ ഈ മത്സരത്തിൽ 3ാം സ്ഥാനത്താണ് സി ദിവാകരൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ, ഏറ്റവും സീനിയറായ ഒരു നേതാവ് അവസാനം 3ാം സ്ഥാനത്തേക്കാണ് പോയത്. അത് വളരെ നാണക്കേടാണ് വ്യക്തി എന്നുള്ള നിലയിൽ സി ദിവാകരനും പാർട്ടി എന്ന നിലയിൽ CPIക്കും ഉണ്ടാക്കിയിരുന്നത്. അത് ഇപ്പോൾ സി ദിവാകരൻ തുറന്നു പറഞ്ഞിരിക്കുന്നു. പച്ചയായ കടുത്ത ജാതീയത തന്നെയാണ് എന്നെ തോൽപ്പിച്ചതും എന്നെ 3ാം സ്ഥാനത്താക്കിയതും എന്നാണ്. ഇയാൾ നമ്മുടെ ആളാണോ എന്ന് പലരും പരസ്പരം ചോദിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല, ഞാൻ മന്ത്രിയായിരുന്ന ആളാണ്. ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ സെക്രട്ടേറിയറ്റിനകത്തും ഇത്തരം ചർച്ചകൾ ധാരാളം ഞാൻ കേൾക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്നെനിക്കറിയാം. ഒരു കാര്യവും ഇവർ ചെയ്യാൻ സമ്മതിക്കില്ല, ഞാൻ ഇന്ന ജാതിക്കാരനാണ് എന്നത് കൊണ്ട് തന്നെ. അപ്പോൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് പറഞ്ഞതിൽ നിന്നും നമ്മൾ ഊഹിച്ചെടുക്കേണ്ടത്, നമ്മൾ വിശകലനം ചെയ്തെടുക്കേണ്ടത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേരളത്തിലെ ജാതീയതയ്ക്കെതിരെ പടപൊരുതി ജാതീയതയെ തൂത്തെറിഞ്ഞു കളഞ്ഞവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ്. ഞങ്ങൾ ഇവിടുത്തെ ഉച്ചനീചിത്വങ്ങൾ, ജാതീയപരമായ ഉച്ചനീചിത്വങ്ങൾ പരിപൂർണമായും ഇല്ലാതാക്കി. ഇവിടെ ഒരു സമത്വ സുന്ദരമായ കേരളം ഉണ്ടാക്കി. അങ്ങനെ ഒരു നവോത്ഥാന കേരളത്തിന് എല്ലാ കാരണഭൂതരും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്, ഞങ്ങളാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കടക്കാണ് ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കത്തിവച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം ഇത്രയും കാലം ഞങ്ങൾ പ്രവർത്തിച്ചത് മുഴുവനും ജാതീയതയ്ക്കും വർഗീയതയ്ക്കും അതുപോലെ ഉച്ചനീചത്തിനും ഒക്കെ എതിരായിട്ടാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് തന്നെ പറഞ്ഞു, ഞാൻ തോറ്റത് കടുത്ത ജാതീയതയുടെ പേരിലാണ്, ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ടവനായതുകൊണ്ടാണ് എന്നെ തോൽപ്പിച്ചത് എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇപ്പോൾ വന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ നിസ്സാരമായി കാണരുത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ നിഷ്പ്രമമാകുന്നു പോകുന്നു എന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ കാര്യം, ഇദ്ദേഹം പറയുന്ന കാര്യം നമ്മളെ കൈ ചൂണ്ടുന്നത് എന്നതും മനസ്സിലാക്കുക. കാരണം അദ്ദേഹം പറഞ്ഞത്, കാരണം പാർട്ടിക്കകത്തും അത്തരത്തിലുള്ള ജാതീയ ചിന്തകൾ നിറയെ ഉണ്ട് എന്നും പല ആൾക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പ്രവർത്തിക്കാതെ പിരിഞ്ഞു പോകുന്നത് ഈ ജാതീയത കൊണ്ടാണെന്നും പിരിഞ്ഞു പോയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. സത്യത്തിൽ അപ്പോൾ അദ്ദേഹത്തിന് അത് ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ് അങ്ങനെ പിരിഞ്ഞു പോയിട്ടുള്ളതെന്നും ആര് കാരണമാണ് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ആൾക്കാർ പിരിഞ്ഞു പോയതെന്നും വ്യക്തമായ ഒരു ധാരണ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ വളരെ തുറന്ന ഒരു വേദിയിൽ തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ്ബിൽ ഒരു പുസ്തക പ്രകാശനം, ആ പുസ്തക പ്രകാശനം എന്ന് പറഞ്ഞാൽ വൈക്കം സത്യാഗ്രഹം തിരസ്കരിക്കപ്പെടുന്ന കേരള ചരിത്രം എന്ന പേരിലുള്ള പുസ്തക പ്രകാശനമാണ്. പ്രസക്തമായ വിഷയമാണ് ഈ പുസ്തകം പറയുന്നത്. അതേ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ സി ദിവാകരൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ സി ദിവാകരന്റെ ഈ പ്രഖ്യാപനത്തെ അങ്ങനെ ചെറുതായിട്ടും നിസ്സാരമായിട്ടും കാണാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്രസക്തമായിരിക്കുന്നു. ഇന്നലെ വരെ പറഞ്ഞത് അത് ശരിയല്ല. ഒരു ജാതീയതയെ പോലും അടിസ്ഥാനപരമായ സമൂഹത്തിലെ ഏറ്റവും വൃത്തികെട്ട ജാതീയ ചിന്തയെ പോലും ഇല്ലാതാക്കാൻ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട് 100ാം വർഷം ആഘോഷിക്കാൻ പോകുന്ന 98 വർഷം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ 100ാം വർഷം ആഘോഷിക്കാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല, കേരളത്തിൽ പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഒരു വലിയ ഒരു സീനിയർ കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞു വച്ചിരിക്കുന്നത്.